ഇറാനുമായുള്ള വെടിനിർത്തൽ നീട്ടാൻ ആവശ്യപ്പെട്ടെന്ന റിപ്പോർട്ടുകൾ തള്ളി അമേരിക്ക. ഇറാനുമായുള്ള രണ്ടാം ഘട്ട ചർച്ചകൾ ഇസ്ലാമാബാദിൽ തന്നെ നടക്കുമെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യയ്ക്കുൾപ്പെടെ നൽകിയ ഇളവ് നീട്ടില്ലെന്നാണ് അമേരിക്കയുടെ നിലപാട്. അമേരിക്കയിൽ നിന്നുള്ള സന്ദേശവുമായി പാകിസ്ഥാൻ പ്രതിനിധി സംഘം ഇന്നലെ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെത്തിയതിന് പിന്നാലെയാണ് തുടർ ചർച്ചകൾ ഇസ്ലാമാബാദിൽ നടക്കുമെന്ന് വൈറ്റ് ഹൌസ് സ്ഥിരീകരിച്ചത്. നിലവിലെ വെടിനിർത്തൽ നീട്ടുന്നതിന് അമേരിക്ക ഔദ്യോഗികമായി ആവശ്യപ്പെട്ടതായ റിപ്പോർട്ടുകൾ വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് തള്ളി. അമേരിക്കയുമായി കരാറിൽ ഒപ്പുവെക്കുന്ന പക്ഷം ഹോർമുസ് കടലിടുക്കിന്റെ ഒമാനി ഭാഗത്തുകൂടി കപ്പലുകളെ സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഇറാൻ അനുവദിക്കുമെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഇറാനെതിരെ നാവിക ഉപരോധം തുടർന്നാൽ പേർഷ്യൻ ഗൾഫിലും ഒമാൻ കടലിലും ചെങ്കടലിലും കപ്പലുകളെ തടയുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. വാഷിംഗ്ടണിൽ ചൊവ്വാഴ്ച നടന്ന ഇസ്രായേൽ ലെബനോൺ ചർച്ചയ്ക്ക് പിന്നാലെ നാളെ ഇരു രാജ്യങ്ങളുടെയും നേതാക്കൾ തമ്മിൽ സംഭാഷണം നടത്തുമെന്ന് ട്രംപ് വ്യക്തമാക്കി. അതിനിടെ റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന് അനുവദിച്ചിരുന്ന ഇളവുകൾ ഇനി നീട്ടില്ലെന്ന് അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പ്രഖ്യാപിച്ചു. ഇത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ എണ്ണവില ഉയരാൻ ഇടയാക്കിയേക്കും. അതിനിടെ യുദ്ധം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന പ്രമേയം അമേരിക്കൻ സെനറ്റ് വോട്ടിനിട്ട് തള്ളിയത് ട്രംപിന്റെ യുദ്ധനയങ്ങൾക്കുള്ള അംഗീകാരമായി. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.